അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹാജിമാരുടെ ഉംറ സംഘം ജബലന്നൂർ കയറിക്കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് ഏകദേശം എത്താറായി. നമ്മുടെ സംഘത്തിലെ മാഷ് നമ്മുടെ കൂടെയുണ്ട്. അതേപോലെ മറ്റു സ്വദീഖന്മാരും സ്ത്രീകളൊക്കെ കൂടെ ഉണ്ട്. അൽഹംദുലില്ലാഹ് ഏകദേശം എത്തിക്കൊണ്ടിരിക്കുന്നു. സുബഹിസ്കാരത്തിന് മുമ്പായിട്ട് പുറപ്പെട്ട് മക്കയിൽ നിന്ന് 7 കിലോമീറ്റർ അകലെയുള്ള ജബൽ പർവ്വതത്തിലേക്കുള്ള യാത്ര അല്ലാഹു കബൂലാക്കട്ടെ. വളരെ സാഹസികമായിക്കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ ഉമ്മ ഖദീജ റളിയല്ലാഹു അൻഹ ഈ മലമുകളിലേക്ക് 40 ദിവസം 2 തവണ വീതം സഞ്ചരിച്ച കാര്യം ഓർക്കുമ്പോൾ വല്ലാത്തൊരു വേദനയും ശക്തമായ പീഡനവും അനുഭവിക്കുന്നത് പോലെ അനുഭവപ്പെടുന്നു. പടച്ചതമ്പുരാൻ ആ മഹദിയുടെ അളമത്തും ഇസ്സത്തും വർദ്ധിപ്പിക്കട്ടെ. ആഖിറലോകത്ത് ഉമ്മയുടെ കൂടെ ഒരുമിച്ച് കൂടാൻ നമുക്ക് റബ്ബ് തൗഫീഖ് നൽകട്ടെ. ഉമ്മയുടെ കാൽപാദങ്ങളെ താണ്ടി പിന്തുടർന്ന് നടക്കുന്ന ഈ നടത്തം അള്ളാഹു കബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹ് സൗദി ഗവൺമെൻറ് ഇന്ന് ഇതിൻ്റെ മുകളിലേക്കൊക്കെ റോഡ് നിർമ്മിച്ചിട്ടുണ്ട്. 3/4 ഭാഗം റോഡ് സംവിധാനിച്ചിട്ടുണ്ട്. ബാക്കി ഭാഗമേ അല്പം സ്റ്റെപ്പ് നടക്കാനുള്ളൂ. കണ്ടോ, ഇതിൻ്റെ മുകൾ ഭാഗത്ത് വെള്ള വിതരണമുണ്ട്. അൽഹംദുലില്ലാഹ്. ധർമ്മം കൊടുക്കുന്നുണ്ട്. സ്വതക്ക നൽകുന്നുണ്ട്. മാഷാ അല്ലാഹ്. അല്ലാഹുമ്മ ബാരിക് ഫിൽ ജന്ന, അല്ലാഹുമ്മ ദുഖിലിൽ ജന്ന ഫി മഅൽ അബ്റാർ. മാഷാ അല്ലാഹ്. അവരെ നമ്മൾക്ക് അള്ളാഹു സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ഫീ സബീലായിട്ട് വെള്ളം കൊടുക്കുന്നുണ്ടല്ലോ. ഈ പൊലച്ച സമയത്തും അവർ ഇവിടെ ധർമ്മം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പടച്ചതമ്പരാൻ അവരുടെ കാരുണ്യത്തിന് അവർക്കും നമുക്കും കരുണ നൽകട്ടെ. ഉമ്മ സഹിച്ച ത്യാഗത്തിൻ്റെ ഉൾപ്പൊരുളുകൾ ചുരുളഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ. മാഷാ അല്ലാഹ്, ഇത്രയും വലിയ ഹൈ പവർ മലയിലേക്ക്, പർവ്വതത്തിലേക്ക് 2 നേരം മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭക്ഷണവുമായി വന്ന നമ്മുടെ ഉമ്മ, അവരുടെ മദദ് പടച്ചതമ്പുരാൻ നമുക്ക് നൽകട്ടെ. ആമീൻ. അപ്പോൾ നമ്മളെ യാത്രാ സംഘം അൽഹംദുലില്ലാഹ് ഏകദേശം നമ്മുടെ ജബലന്നൂർ പർവ്വതത്തിന് മുകളിലെത്താറായി. അൽഹംദുലില്ലാഹ്. മാഫി താബാൻ ഇശാറു ബഅദീൻ ഖലാസ്. മുത്തുനബിൻ്റെ കാൽപാദം പതിഞ്ഞ ഭൂമിയല്ലത്. അല്പം വെള്ളം കുടിക്കണ്ട, നോക്കണ്ട. അവിടെ തന്നെ ഉറങ്ങണേ. വേറൊന്നും വിചാരിച്ചു നോക്കണ്ട. അങ്ങനെ കൊണ്ടു നമുക്ക് ബാഗായിട്ട് നടക്കാൻ പറ്റില്ല. അത് 2 ഡബ്ബ എങ്ങനെ എത്തിച്ചു? അതാണ് അവൻ ഉറങ്ങിയാണ്. കണ്ടില്ലേ, കേരളക്കാരോടൊക്കെ തസ്ബീഹ് മാല വാങ്ങിക്കോളി. തസ്ബീഹ് ഈ മലൻ്റെ മുകളിലാണ് പാകിസ്ഥാനിയുടെ കച്ചവടം. കണ്ടില്ലേ.
ഈ മരലിൻ്റെ മുകളിലുണ്ട് ഞങ്ങൾ ഒരു പാകിസ്ഥാനി വൃത്തിയാക്കുന്നുണ്ടോ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്ന മലയിലേക്ക് ജബൽ നൂറിലേക്ക് പോകുന്ന ഒതുക്കുകളെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാഷാ അല്ലാഹ് നമ്മൾ ജബൽ നൂർ പർവ്വതത്തിൻ്റെ ഉച്ചിയിലെത്തിയിട്ടോ. അൽഹംദുലില്ലാഹ് നമ്മളെ ഹജ്ജിമാരൊക്കെ മുന്നോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഹിറാഗുവയിൽ നിസ്കരിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. മാഷാ അല്ലാഹ് കാണുന്ന ഗുഹയാണ് ജബൽ നൂർ പർവ്വതത്തിലെ ഹിറാ ഗുഹ. ഇഖ്റാ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന 5 ആയത്തുകൾ ആദ്യമായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹിയുമായി എത്തിയ ഗുഹ. അൽഹംദുലില്ലാഹ്. ഹാജിമാരൊക്കെ അൽഹംദുലില്ലാഹ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇത് ആയിരിക്കും. ഒരു മിനിറ്റ് ഞാനത് വീഡിയോ നോക്കിട്ടു. അതൊക്കെ വരുന്നുണ്ട്. ഇതിനുള്ളിൽ കൂടെ പോകാം. വേറെ വഴിയില്ല, എന്ന വഴിയുള്ളൂ. പോയി അവിടെ വരും വരും. സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്.